നമസ്കാരം. ഈ പ്രത്യേക മെസ്സേജ് നൽകുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, ഡയറക്ടർ AIMRC. ഇന്ന് 31/8/2025 ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഒരു ടേണിംഗ് പോയിന്റ് അഥവാ മറക്കാനാവാത്ത ദിവസമാണ്. കാരണം ലോക പ്രശസ്തയായ ഓണറബിൾ ഡോക്ടർ ജയ ലാൽമോഹൻ, ഇവർ പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റും രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഡിഗ്നിറ്റിയുള്ള ഒരു എമിനന്റ് ഗൈനക്കോളജിസ്റ്റ് അഥവാ എമിനന്റ് അലോപ്പതി ഡോക്ടറായിരുന്നു ഡോക്ടർ ജയ ലാൽമോഹൻ മാഡം. പക്ഷേ വിവരിക്കാനാവാത്ത ചില കാരണങ്ങളാൽ അവർ ഏകദേശം എന്റെ അറിവ് ശരിയാണെങ്കിൽ 33 ദിവസങ്ങൾ മുമ്പേ നമ്മളെ വിട്ടുപിരിഞ്ഞു. അതിന്റെ പേരിൽ ഞങ്ങളുടെ 9 അന്താരാഷ്ട്ര അതോറിറ്റികളുടെയും ഞങ്ങളുടെ ബെസ്റ്റ് ഡീഡ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ലോക സമാധാന സംഘടന, ലോക പുനരധിവാസ സംഘടന, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ പാലക്കാടുള്ള മംഗലാംകുന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണോമസ് അന്താരാഷ്ട്ര പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗ്രേഡുള്ള, പ്രത്യേകം പറയുന്നു, ഇന്റർനാഷണൽ മെഡിക്കൽ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പദവിയുള്ള ഇന്ത്യയിലെ അപൂർവം ആളുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ അന്താരാഷ്ട്ര പദവിയുള്ളൂ. അപൂർവ രോഗങ്ങളുടെ, മാറാ രോഗങ്ങളുടെ, ഓഫൺ ഡിസീസിന്റെ, റയർ ന്യൂറോളജിക്കൽ ഡിസീസിന്റെ ഗവേഷണം നടക്കുന്ന അടുത്ത കാലത്താണ് അതിന്റെ ഗവേഷണ സ്ഥാപനത്തിന്റെ പുതിയ ബ്ലോക്ക്, ആ പുതിയ ബ്ലോക്ക് അക്കാഡമിക്കും ഒപ്പം റിഹാബിലിറ്റേഷൻ ബ്ലോക്ക് ഞങ്ങൾ ഓണറബിൾ ഡോക്ടർ ജയ ലാൽമോഹൻ മാഡം അവരുടെ പേരിൽ ഇന്ന് 11 മണിക്ക് ബഹുമാനപ്പെട്ട ആദരണീയനായ മിസ്റ്റർ ലാൽമോഹൻ സർ, ആ മാഡത്തിന്റെ പ്രിയ ഭർത്താവ്, ഹസ്ബൻഡ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അദ്ദേഹം രാജ്യത്തെ ഉന്നത ഒരു ഡിഫൻസ് ഒഫീഷ്യലും രാജ്യത്തെ ഒരു എമിനന്റ് സയന്റിസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് ഇതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ഡോക്ടർ ജയ ലാൽമോഹൻ അപൂർവ സ്പീഷ്യസ് അഥവാ പ്രത്യേക വ്യക്തി ഗുണങ്ങളുള്ള ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. അവർക്ക് അപാരമായ അച്ചടക്കം, അപാരമായ കൃത്യനിഷ്ഠ, അപാരമായ അറിവ്, അപാരമായ മനുഷ്യസ്നേഹം, അപാരമായ പ്രത്യേക ഗുണങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെന്ന് അവരെ പരിചയപ്പെട്ട അന്നു മുതൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഗവേഷണ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വന്ന അവർ വളരെ വേഗം 70% രോഗം ഭേദമായി എന്നാണ് അവരുടെ ഭർത്താവിന്റെ. പക്ഷേ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാത്ത 3 കാരണങ്ങളാണ് മരണം, നികുതി, അവനവന്റെ നിഴൽ. ഇത് മനുഷ്യൻ ജനിച്ച ഉറപ്പാണ് ലോകത്ത്. അതുകൊണ്ട് മരണത്തെ അവർ ഒരു പ്രത്യേക ആത്മീയ ചര്യ അഥവാ ഒരു സ്പിരിച്വൽ യോഗ അധ്യാപികയും ഒരു സ്പിരിച്വൽ ലീഡറുമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ എന്നുമുള്ള ഓർമ്മയ്ക്കായി അവരുടെ വ്യക്തി ഗുണങ്ങൾ ഇനി അടുത്ത തലമുറയ്ക്ക്, പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് നൽകുക. ഞങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന പുതിയ ഡോക്ടർമാർക്കും ഈ വൈദ്യശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും 19ഓളം യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരവും ലോകത്തിലെ 9ഓളം അന്താരാഷ്ട്ര സംഘടനകളുടെ ഓഫീസുമാണ് ഈ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെന്റർ. അപ്പൊ ആ ബ്ലോക്കിന് ഈ ഡോക്ടർ ജയ ലാൽമോഹൻ അക്കാഡമിക് ആൻഡ് റിഹാബിലിറ്റേഷൻ ബ്ലോക്ക് എന്ന പേരിട്ടതിലും അവർ എന്നും ഞങ്ങളിലൂടെ സ്മരിക്കുന്നതായിരിക്കും. ആ വ്യക്തിഗുണങ്ങൾ ഇന്നത്തെ ഡോക്ടർമാർക്ക് പലർക്കുമില്ലാത്ത വ്യക്തിഗുണങ്ങൾ ഈ മഹതിക്കുണ്ടായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പുതിയ വലിയ സ്ഥാപനങ്ങൾക്കും അവരുടെ പേരുണ്ടാവും. കാരണം അവർ അത്ര ആദരണീയയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, നമസ്തേ, താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഒപ്പം ലാൽമോഹൻ സാറിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം വന്ന സഹപ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം, താങ്ക് യു. ലോകസമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. ലോകം മുഴുവൻ സന്തോഷത്തിലും സമാധാനത്തിലും രോഗമില്ലാതിരിക്കട്ടെ. എല്ലാവരും പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാത്തതും പ്രകൃതിയെ വിട്ടുപോയതുമാണ് എല്ലാ രോഗങ്ങളുടെയും കാരണമെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രകൃതി നിയമങ്ങൾ പാലിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, പ്രകൃതിയെ ഭോഗിക്കാതിരിക്കുക. ഇതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഏക സന്ദേശം. താങ്ക് യു സോ മച്ച്. നമസ്കാരം.